നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ സെല്ലിംഗ് പ്രഷർ അഭിമുഖീകരിക്കുകയും ഇൻഡെക്സ് 1000 പോയിന്റിലേറെ ഇടിയുകയും ചെയ്തു. ഇന്ന് സെൻസെക്സ് 1000 പോയിന്റിലേറെ ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി 1.25% ഇടിയുകയും 25,500 എന്ന പ്രധാന സപ്പോർട്ടിന് താഴെ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിൽ പുതിയ കാരണങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്ത സെല്ലിംഗ് പ്രഷറിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രകടമായി. കഴിഞ്ഞ ദിവസം നാസ്ഡാക്ക് 2% ഇടിഞ്ഞിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ഏഷ്യൻ മാർക്കറ്റിൽ പൊതുവെ വീക്ക്നെസ് പ്രകടമായിരുന്നു. ജപ്പാൻ്റെ ഇൻഡെക്സും ചൈനയുടെ ഇൻഡെക്സും ഇടിഞ്ഞു. ഇന്ന് രാവിലത്തെ ന്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി സെക്ടറിനെ മാത്രമല്ല മറിച്ച് മറ്റ് പല ഇൻഡസ്ട്രീസിനെയും ഡിസ്ട്രപ്റ്റ് ചെയ്തേക്കുമെന്നുള്ള ആശങ്കയുടെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്ത സെൽ ഓഫ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കുകയും ഇൻഡെക്സ് ഇടിയുകയും ചെയ്തു. രണ്ടാമത്തത് US ബോണ്ട് ഈൽഡിലുണ്ടായ വർധനവാണ്. US ബോണ്ട് ഈൽഡ് 0.20% ഉയർന്നതും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടത്താനുള്ള സാധ്യത മങ്ങിയതും മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. ഇവിടെ US-ൻ്റെ ജോബ് ഡാറ്റ സ്ട്രോങ് ആണ്. എലിവേറ്റഡ് ജോബ് ഡാറ്റയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ റേറ്റ് കട്ട് വരാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. ജനുവരി മാസം പുറത്തു വന്ന ജോബ് ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ 48,000-ൽ നിന്നും പേറോൾ 1,30,000-ലേക്ക് ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 4.3%-ലേക്ക് ഇടിയുകയും ജോബ്ലെസ് ക്ലെയിംസിൻ്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരികയും ചെയ്തു. ഇതും അമേരിക്കൻ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കൂടാതെ Q3 റിസൾട്ട് സെഷനും കടന്നു പോവുകയാണ്. Q3 റിസൾട്ട് സെഷനുകളിലും കമ്പനികൾ അത്ര എടുത്തു പറയത്തക്ക പെർഫോമൻസുകളൊന്നും കാഴ്ചവെച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റീസും മാർക്കറ്റ് ഇടിയുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ചും ഇറാനും US-ഉം തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ്. US ഇറാൻ്റെ സൈഡിലേക്ക് അടുത്ത ഒരു അഡ്വാൻസ് എയർക്രാഫ്റ്റ് കാരിയറെ കൂടി അയച്ചിട്ടുണ്ട്. ഇതൊക്കെ ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റീസ് വർദ്ധിച്ചു വരുന്നു എന്നുള്ള സൂചനകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ മാർക്കറ്റിന് അനിശ്ചിതത്വം ഒരിക്കലും ഇഷ്ടമല്ല. അനിശ്ചിതത്വമാകുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലാകും. അതായത് ഡൊമസ്റ്റിക് മാക്രോ എലമെൻറ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമാണെങ്കിൽ പോലും ഗ്ലോബൽ മാർക്കറ്റിലൂടെ എടുത്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ആശങ്കയും അതോടൊപ്പം തന്നെ US ഇറാൻ ബന്ധം വഷളാകുന്നതുമൊക്കെ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു സെല്ലിങ്ങിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാൻ തന്നെയാണ് അനലിസ്റ്റുകൾ പറയുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി 25,500-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. 25,500-ന് താഴെ മാർക്കറ്റ് നിലനിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും വീക്കാകാനുള്ള സാധ്യത വർദ്ധിച്ചു വരും. ഇന്ന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 3.60 ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റൽ അക്വിസിഷന് അപ്രൂവൽ നൽകിയെങ്കിലും ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളും മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. നിഫ്റ്റി ഡിഫൻസ് ഇൻഡെക്സ് 1% ഇടിയുകയും ഡിഫൻസ് സെക്ടറിലെ പല പ്രമുഖ സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മിശ്രധാതു നിഗം ലിമിറ്റഡ്, സൺ ടെക്നോളജി, അസ്ട്ര മൈക്രോവേവ് പ്രൊഡക്റ്റ്, ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ, ഡൈനാമൈറ്റ് ടെക്നോളജി തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം ഇന്ന് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. അതേസമയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഫോർജ്, എംഡാർ ടെക്നോളജി തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇന്ത്യൻ നേവി, ആർമി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് എന്നിവയ്ക്ക് വേണ്ടി 3.60 ലക്ഷം കോടി രൂപയുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റ് പ്രൊക്യൂർമെൻറ്റിന് ആവശ്യമായിട്ടുള്ള അപ്രൂവലാണ് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള പ്രൊപ്പോസലിന് അപ്രൂവലാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിട്ടും ഇന്ന് ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇവിടെ അക്സെപ്റ്റൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 114 റാഫേൽ ഫൈറ്റർ ജെറ്റുകൾ പ്രൊക്യൂർ ചെയ്യാനും കോമ്പാറ്റ് മിസൈൽ, എയർഷിപ്പ് ബേസ്ഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ്, P-81 എയർക്രാഫ്റ്റ് തുടങ്ങിയവയുടെ പ്രൊക്യൂർമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അപ്രൂവ് ചെയ്യാനുള്ള പ്ലാനിനാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ലോങ് ടൈമിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2026-27 ഫിനാൻഷ്യൽ ഇയറിലെ ഡിഫൻസ് ബഡ്ജറ്റ് 7.8
8 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്നാണ് അനലിസ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 15% മുകളിലാണ്. അതായത് ഡിഫൻസ് ബഡ്ജറ്റ് തന്നെ ഇയർ ഓൺ ഇയറിൽ 15% വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളിലും അനലിസ്റ്റുകൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, സൺ ടെക്നോളജി, സോളാർ ഇൻഡസ്ട്രീസ്, PTC ഇന്ത്യ തുടങ്ങിയ പല സ്റ്റോക്കുകൾക്കും അനലിസ്റ്റുകൾ ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു. അതുകൊണ്ട് വരും സമയങ്ങളിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്